എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഈ വീഡിയോയിൽ Asus ZenFone Max Pro M2 അതുപോലെ തന്നെ Realme 2 Pro ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറാസ് എങ്ങനെ പെർഫോം ചെയ്തതെന്ന് നിങ്ങളോട് പറയാം. കാരണം മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലെ അധികായന്മാരായ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളിൽ ഏതെടുക്കണം എന്നുള്ള നിങ്ങളുടെ പർച്ചേസ് ഡിസിഷനെ സ്വാധീനിക്കുന്നത് ഈ ഒരു ഫാക്ടറും കൂടെയാണെന്ന് ഈ കഴിഞ്ഞ ഇടയ്ക്കുള്ള കുറച്ച് കമൻസിൽ നിന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മൾ കവർ ചെയ്യുന്ന 4 ഫാക്ടറുകളാണ്: ജനറൽ ഫോട്ടോഗ്രാഫി, സെൽഫീസ്, പോർട്രേറ്റ്സ്, വീഡിയോസ്. ഈ 4 മേഖലകളിൽ ഈ രണ്ട് ക്യാമറാസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നിങ്ങളോട് പറയാം. അവസാനം ഒരു ക്ലിയർ വിന്നറിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സും. അതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ നിങ്ങളോട് പറയാം. ആസ്യൂസിൽ 12+5 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. f1.8 ആണ് ഇതിൻ്റെ പ്രൈമറി ക്യാമറയുടെ അപ്പേച്ചർ. അതുപോലെ തന്നെ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. ഇനി റിയൽമിയിലാണെങ്കിൽ അത് 16+2 മെഗാ പിക്സൽ എന്ന കോമ്പിനേഷനിലോട്ട് വരും. f1.7 ആണ് ഇതിൻ്റെ പ്രൈമറി ക്യാമറയുടെ അപ്പേച്ചർ. അതുപോലെ തന്നെ ഇതിനൊരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതിലും ആസ്യൂസിനേക്കാൾ ഒരു ചെറിയ ഇംപ്രൂവ്മെൻറ്റ് റിയൽമി കൊടുത്തിട്ടുണ്ട്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. സോ ഈ സ്പെസിഫിക്കേഷനൊക്കെ ശരിക്കും പേപ്പറിൽ മാത്രമാണോ അതെയോ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? ഈ വീഡിയോയിൽ നമുക്കത് പറയാം. ആദ്യമേ തന്നെ ജനറൽ ഫോട്ടോഗ്രാഫി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വീഡിയോയിൽ ഞാനല്ലായിരിക്കും വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്, നിങ്ങളാണ്. ഞാൻ 2 ഇമേജസ് കാണിക്കാം. ഇത് ഒന്നാമത്തെ ഇമേജ്, ഇനി ഇത് രണ്ടാമത്തെ ഇമേജ്. വീഡിയോ ഇവിടെ തന്നെ പോസ് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇതിൽ ഏത് ഫോണിലെടുത്ത പിക്ചറാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളത് കമൻറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നല്ല ബ്രൈറ്റായിട്ട് നമ്മൾ കണ്ട ആ പിക്ചർ റിയൽമി 2 പ്രോയിലെടുത്താണ്. അതുപോലെ തന്നെ അല്പം ഡള്ളായിട്ട് നമ്മൾ കണ്ട പിക്ചർ ZenFone Max Pro M2ലെടുത്താണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിയൽമി വരുന്നത് ഓപ്പോയുടെ ഫാമിലിയിൽ നിന്നാണ്. ഓപ്പോയുടെ ഇമേജ് പ്രോസസ്സിംഗ് സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ അൽഗോരിതംസ് ഇച്ചിരിയുടെ പവർഫുള്ളാണ് ആസ്യൂസിനേക്കാളും. അതുകൊണ്ട് തന്നെ ജനറൽ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ എവിടെ എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ സാമ്പിൾസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ജനറൽ ഫോട്ടോഗ്രാഫിയിൽ സുഖമായിട്ട് റിയൽമി വിൻ ചെയ്യുന്നത് കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നിങ്ങൾക്കത് ഡിഫറെൻ്റ് ആയിരിക്കാം. ഇനി ജി ക്യാം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചിലർ പറയുന്നുണ്ടാകും. പക്ഷേ സ്റ്റോക്ക് ക്യാമിലാണ് നമ്മൾ എല്ലാ കമ്പാരിസൺസും നടത്തുന്നത്. യാതൊരുവിധ എക്സ്ട്രാ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഡ് ഓണോ നമ്മൾ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. സോ ക്ലിയർലി നമുക്ക് റിയൽമി 2 Pro തന്നെയാണ് ജനറൽ ഫോട്ടോഗ്രാഫിയിലെ വിന്നറെന്ന് പറയാൻ കഴിയും. ഇനി പോർട്രേറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നോക്കാം. ഈ ഒരു സെഗ്മെൻറ്റിലാണ് അല്പം കൂടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ ആദ്യമേ ചെയ്ത അതേ കാര്യം നമുക്ക് ചെയ്യാം. ഇത് ഒന്നാമത്തെ ഇമേജാണ്. ഇനി ഞാൻ വേറൊരു ഇമേജും കൂടെ കാണിക്കാം. നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടുക ഏത് ഫോണിലെടുത്താണെന്ന്. സോ നിങ്ങൾ കമൻറ്റ് ഇട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ ചിത്രം റിയൽമി 2 പ്രോയിലും രണ്ടാമത്തെ ചിത്രം Asus ZenFone Max Pro M2ലുമാണ് നമ്മളെടുത്തത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അപ്പോൾ ഇവിടെയും വിന്നർ റിയൽമി തന്നെയല്ലേ? ഇച്ചിരി നന്നായിട്ട് ഇമേജ് വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല, എല്ലാ എൻവയോൺമെൻറ്റുകളിലും അങ്ങനെയല്ല. ചില സമയങ്ങളിൽ ഇപ്പോൾ ഈ ഒരു ഇമേജ് നമ്മൾ Asus ZenFone Max Pro M2ലെടുത്താണ്. അല്പം കൂടെ റിയലിസ്റ്റിക്കാണ്. ഇതേ സമയത്ത് ഇതേ സ്പോട്ടിൽ വെച്ച് നമ്മൾ റിയൽമിയിലെടുത്ത പിക്ചറാണിത്. ഇവിടെ ഒരു യെല്ലോ ടിൻറ്റ് വന്നതായിട്ടും അതുപോലെ തന്നെ കളേഴ്സൊക്കെ ഇച്ചിരി ഒന്ന് സോഫ്റ്റൺ ചെയ്തതായിട്ടും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരു റിയലിസ്റ്റിക് ലുക്ക് നമ്മൾ കണ്ണിന് കാണുന്ന പോലെ തന്നെ ഇമേജ് വരുന്നത് ആസ്യൂസിലാണ് മിക്ക സിറ്റുവേഷൻസിലും. പക്ഷേ ഇപ്പോഴും ആസ്യൂസിനൊരു പ്രശ്നമുണ്ട്. ബ്ലറിങ് അതുപോലെ തന്നെ കളർ ആക്യുറസി പല സമയങ്ങളിലും പല എൻവയോൺമെൻറ്റുകളിലും. ബെസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഷാഡോസിൻ്റെ ഒക്കെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ ആസ്യൂസ് നന്നായി കഷ്ടപ്പെടാറുണ്ട് നമുക്കൊരു നല്ല ഇമേജ് തരാനായിട്ട്. പക്ഷേ അതൊന്ന് ഫിക്സ് ചെയ്താൽ പോർട്രേറ്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ആസ്യൂസിനെ തന്നെ വോട്ട് ചെയ്യും. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ചോയ്സാണ് ഏതാണ് ഏറ്റവും നല്ല പോർട്രേറ്റ്സ് ക്യാപ്ചർ ചെയ്യുന്നതെന്ന്. സെൽഫീസിൻ്റെ കാര്യത്തിൽ 2 ഫോൺസും വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് പെർഫോം ചെയ്തു. രണ്ടിൻ്റെയും സെൽഫി ക്യാമറാസ് നല്ല റിസൾട്ട്സ് തരുന്നുണ്ട്. മാക്സ് പ്രോ M2ലെടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആണ്. പക്ഷേ ഒരു കളർ എൻഹാൻസ്മെൻറ്റ്, കളേഴ്സ് ഇച്ചിരി ഒരു നന്നായിട്ട് ബോൾഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിയൽമി 2 Pro തന്നെയാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും ഓരോ വ്യക്തികളുടെയും താല്പര്യം പോലെ ഇരിക്കും. ചിലർക്ക് എങ്ങനെയാണോ അതുപോലെ ഇമേജ് വന്നാൽ മതി. പക്ഷേ ചിലർക്ക് അല്പം കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് അല്പം ഒന്ന് വൃത്തിയായി ബ്യൂട്ടിഫൈ ചെയ്തൊക്കെ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയൽമി തന്നെയാണ് ചോയ്സ്. പക്ഷേ ഇതിനകത്ത് ഒരു ക്ലിയർ വിന്നറിനെ എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഇതിനകത്ത് വിന്നറിനെ ചൂസ് ചെയ്യുന്നത്. സോ നിങ്ങളിലേക്ക് അതെല്ലാം ഞാൻ വിടുന്നു. ഇനി വീഡിയോസ് എങ്ങനെ ഉണ്ടായിരുന്നത് പറയാം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുമോ? ഇത് ഒന്നാമത്തെ ഫുട്ടേജ്, ശ്രദ്ധിച്ച് കാണുക. ഇത് രണ്ടാമത്തെ ഫുട്ടേജ്. വീഡിയോ പോസ്റ്റ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ പോയി മെൻഷൻ ചെയ്യുക. ഇതിൽ നിങ്ങൾ ആദ്യമേ കണ്ട ആ ഫുട്ടേജ് റിയൽമി 2 പ്രോയിലെടുത്താണ്. ഇനി രണ്ടാമത്തേത് Asus ZenFone Max Pro M2ലും. രണ്ടും തമ്മിൽ
പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസമില്ല, പക്ഷേ ചില കാര്യങ്ങളിൽ ഫോക്കസിൻ്റെയും കളർ ആക്യുറസിയുടെയും കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം എനിക്ക് ഡീറ്റെയിൽ എക്സാമിനേഷൻ മനസ്സിലായി, പക്ഷേ പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസങ്ങളില്ല. ഇനി മൂവിങ് ഷോട്ട്സിൻ്റെ കാര്യത്തിൽ റിയൽമി 2 പ്രോയ്ക്ക് അല്പം അടിപതറും. ഞാൻ EAS എനേബിൾ ചെയ്യാൻ പ്രത്യേകമായിട്ട് ഓപ്ഷനിലൊന്നും പോയില്ല. എങ്ങനെയാണോ വീഡിയോ മോഡ് വന്നത് അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യായിരുന്നു. മാക്സ് പ്രോ M2 അതുപോലെ തന്നെ ഞാൻ വീഡിയോ മോഡ് എടുത്തു, നേരെ അങ്ങ് ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി. ഇതിൽ ഓട്ടോമാറ്റിക്കലി EAS എനേബിൾ ആണ്. പക്ഷേ EAS എനേബിൾ ആകുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ സാക്രിഫൈസ് നടത്തണം. ഒന്ന്, ഫോക്കസ് പലപ്പോഴും മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇനി ക്ലാരിറ്റി. സോ ഓവറോൾ എനിക്ക് തോന്നുന്നത് ഇതാണ്. ഇനിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നവരെ എനിക്ക് Asus ZenFone Max Pro M2 നല്ലൊരു ക്യാമറ ഫോണാണ് എന്ന് ഇനി പറയാൻ കഴിയില്ല. അതുവരെ സെഗ്മെൻറ്റ് ലീഡർ റിയൽമി തന്നെയായിരിക്കും. ഈ രണ്ട് ഫോണുകളെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ രണ്ട് നിങ്ങൾ പോയി കാണുക. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ആശയം മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ, നല്ലതോ ചീത്തയോ, എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തോ ആവട്ടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ് സൈനിങ് ഓഫ്.